ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മാഊൻ ആയത്ത് നമ്പർ 3 വിശദീകരണം. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അഗതിയുടെ ആഹാരം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അഗതിയുടെ അന്നം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥവും അതിന്റെ പദാനുപത വിശദീകരണവുമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇതിന്റെ അല്പം വിശദീകരണം. ഈ ആയത്തിനെ നമുക്ക് പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് വലാ യഹുദ്ദു എന്ന ഒരു ഭാഗവും, രണ്ടാമത് അലാ തആമിൽ മിസ്കീൻ എന്ന രണ്ടാമത്തെ ഭാഗവും. ഈ 2 ഭാഗമായി വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് പറയാനുണ്ടായ കാരണം ഇവിടെ ഈ പ്രയോഗം വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. ഓരോന്നിനും വളരെ വിശാലമായ താല്പര്യങ്ങളുണ്ട് എന്നർത്ഥം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരെ നീ കണ്ടുവോ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഉത്തരത്തിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ അവരുടെ സ്വഭാവമായി ഒന്നാമതായി പറഞ്ഞ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥയാട്ടി അകറ്റുക എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞതിന് ശേഷം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അഗതിയുടെ അന്നം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? അപ്പൊ വലാ യഹുദ്ദു, ലാ യഹുദ്ദു എന്ന് പറഞ്ഞാൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്നാണ് നമ്മൾ അർത്ഥം പഠിച്ചത്. എന്താണ് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന്, സ്വന്തത്തെ അതിനുവേണ്ടി സന്നദ്ധമാക്കുന്നില്ല എന്നാകാം. സ്വന്തം മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കുക, അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, മനസ്സതിന് സന്നദ്ധനാവുക. പ്രയാസപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുന്നവരുടെയും നിരാലംബരുടെയും മിസ്കിന്മാരുടെയും അഗതികളുടെയും ദരിദ്രരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്വന്തത്തെ തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതോടൊപ്പം തന്നെ തന്റെ വീട്ടുകാരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, വീട്ടുകാരോട് അവക കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവരെ, തന്റെ ചുറ്റുമുള്ള ആളുകളെ പ്രേരിപ്പിക്കുക. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ആളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കളവാക്കുന്ന എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വലാ യഹുദ്ദു, അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ ഒരുപക്ഷെ എനിക്ക് ഈ പാവപ്പെട്ടവനെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുകയില്ല എന്ന് വന്നേക്കാം. എന്റെ സാമ്പത്തിക നില വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ലെങ്കിലും എന്റെ ശ്രമഫലമായി, എന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നത് ദീനി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇടപെടാതിരിക്കുക എന്നത് ദീനെ നിഷേധിക്കുന്ന, ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. പാവപ്പെട്ടവർക്കും നിരാലംബർക്കും അവകാശം നിഷേധിക്കപ്പെട്ട ആളുകൾക്കുമായി സംവിധാനങ്ങൾ ഒരുക്കുക, അതിനുവേണ്ടി സംഘങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ദീനി വിശ്വാസത്തിന്റെ, ദീനി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വലാ യഹുദ്ദു, ആദ്യം നമ്മെ നാം സന്നദ്ധമാക്കുക, നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ നാട്ടുകാരെയും, അതുപോലെ തന്നെ നമ്മുടെ സ്വാധീന വലയത്തിലുള്ള, പരിചയവൃത്തത്തിലുള്ള, നാം പറഞ്ഞാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ, എന്റെ ഒരു വാക്ക് ഒരു പാവപ്പെട്ടവന്റെ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാവുമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇടപെടുക, പ്രാവർത്തനാവുക, പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അഗതിയുടെ അന്നം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അപ്പൊ അഗതിയുടെ അന്നം, അഗതിയുടെ ഭക്ഷണം, അഗതിയുടെ ആഹാരം എന്ന ഈ പ്രയോഗം തആമുൽ മിസ്കീൻ എന്നാണ് അറബിയിൽ പറഞ്ഞിട്ടുള്ളത്. തആമുൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണം, അഗതിയുടെ അന്നം. ഈ തആമുൽ മിസ്കീൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്.
കഴിഞ്ഞ ക്ലാസ്സിൽ പദാനുപദാർത്ഥം പഠിച്ചപ്പോൾ ത്വാമ എന്ന് പറയുമ്പോൾ അർത്ഥവും ഇത്വാമി എന്ന് പറയുമ്പോൾ അർത്ഥവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. താം എന്ന് പറഞ്ഞ ഭക്ഷണം, ഇതാം എന്ന് പറഞ്ഞ ഭക്ഷിപ്പിക്കൽ, ഭക്ഷണം നൽകൽ. അപ്പൊ ഇതാമുൽ മിസ്കീൻ എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത് അഗതിക്ക് അന്നം നൽകൽ എന്നാണ്. താമുൽ മിസ്കീനോ അഗതിയുടെ അന്നം എന്നാകുന്നു. അഗതിക്ക് അന്നം നൽകലും അഗതിയുടെ അന്നവും തമ്മിലുള്ള വ്യത്യാസം ആ അർത്ഥം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ താമുൽ മിസ്കീൻ എന്ന ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രയോഗം വളരെയധികം അർത്ഥവത്താണ്, വളരെയധികം പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അഗതിക്ക് നൽകപ്പെടുന്ന എന്ന് പറയുന്ന അന്നം, അഗതികൾക്ക് നൽകപ്പെടുന്ന അന്നം, ഭക്ഷണം എന്ന് പറയുന്നത് അത് നൽകുന്നവരുടെയല്ല, അത് അഗതിയുടെ അവകാശമാണ്. നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ബാധ്യത നിറവേറ്റുകയാണ്. മനുഷ്യൻ എന്ന നിലക്ക് സ്വാഭാവികമാണ് ആരെയെങ്കിലും ഒന്ന് സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് വല്ലതും സാമ്പത്തികമായി നമുക്ക് നൽകാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്തോ ഒരു ഔദാര്യം ആ പാവപ്പെട്ടവനോട് ചെയ്തു എന്നൊരു തോന്നൽ, അതിലൂടെയുള്ള ഒരു അഹങ്കാരം, ഒരു കിബിർ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ആ ദുസ്വഭാവത്തെ, ആ ഒരു ധാരണയെ ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അഗതിക്ക് ആഹാരം നൽകുക എന്നതിൽ നിന്നും അഗതിയുടെ ആഹാരം നൽകുക എന്ന കാഴ്ചപ്പാടിലേക്ക് നാം മാറുമ്പോൾ നമ്മുടെ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരത്തേക്ക് മാറുന്നു. അഹങ്കാരം ദൂരത്താവുകയും വിനയവും അതുപോലെ തന്നെ എളിമയും നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി തീരുന്നു. നമ്മുടെ ബാധ്യതയാണ് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം പരിഹരിക്കുക എന്ന് പറയുന്നത്. ദീനീ പ്രവർത്തനമാണ്. വഫീ അംവാലിഹിം ഹഖ്കുൻ ലിസ്സാഇലി വൽ മഹ്റൂം. വഫീ അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ജീവിത മാർഗം വിലക്കപ്പെട്ട ആളുകൾക്കും അവകാശം നിഷേധിക്കപ്പെട്ട ആളുകൾക്കും അവകാശമുണ്ടെന്ന് സൂറത്തു ദാരിയാത്തിൽ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ദീനിനെ കളവാക്കുന്നവൻ എന്നെ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ മറുപടികളൊക്കെ പറയുന്നത്. നമ്മൾ എന്തായിരിക്കും സഹോദരന്മാരെ മറുപടി പറയുക? നമ്മൾ പറയും നിസ്കരിക്കാത്തവനെയും നോമ്പെടുക്കാത്തവനെയും അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാത്ത ആളുകളാണ് ദീനിനെ കളവാക്കുന്നവൻ. ഇതൊക്കെ ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹജ്ജ് സാധ്യമാകുമെങ്കിൽ ഹജ്ജ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ട് ഉള്ളവർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും തന്നെ ഒരു മുടക്കും ഒരു വീഴ്ചയും വരുത്താത്ത ആളുകൾ അവരുടെ സാമൂഹിക മേഖല, സാമൂഹിക ജീവിത മേഖല, അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സാമ്പത്തിക ജീവിതം, ഈ മേഖലകളിലെല്ലാം തന്നെ അവർ വട്ടപൂജ്യമാവുകയാണെങ്കിൽ അവരുടെ നമസ്കാരവും അവരുടെ നോമ്പും അവരുടെ സക്കാത്തും അവരുടെ ഹജ്ജും നിഷ്ഫലമാകുന്നു. അതൊന്നും തന്നെ അവരെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദീർഘമായ ഒരു ഹദീസിൽ വളരെ വ്യക്തമായി, നിങ്ങൾക്ക് മുഫ്ലിസ് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട്, പാപ്പര് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അത് നന്നായിട്ട് അറിയുകയുള്ളൂ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അന്ത്യനിന്നിട്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യനാണ് അവൻ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പോയിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ട് വരുന്നു. പക്ഷേ വ്യക്തി ജീവിതത്തിൽ പലരെയും കുറ്റപ്പെടുത്തുകയും പലരെയും ദ്രോഹിക്കുകയും പലരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുകയും പലരെക്കുറിച്ചും കുറ്റാരോപണങ്ങൾ നടത്തുകയും വ്യാജാരോപണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ദുസ്വഭാവങ്ങളുമായി വന്നവനാണ് അവൻ. അവന്റെ ആരാധനാകർമ്മങ്ങൾ അവന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പുണ്യകർമ്മങ്ങൾ, ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രതിഫലങ്ങൾ ആരെയാണോ അവൻ പീഡിപ്പിച്ചിട്ടുള്ളത്, ആരെയാണോ അവൻ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്, ആരെയാണോ അവൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, ആരുടെ രക്തമാണോ അവൻ ചിന്തിയിട്ടുള്ളത്, അവർക്ക് വീതിച്ചു കൊടുക്കുകയും അവസാനം ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളടക്കം തന്നെ ഇവന്റെ മേൽ ചാർത്തിക്കൊണ്ട് അവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ പരിമിതമായ ഒരു ദീനീ പ്രവർത്തനം ഇസ്ലാമിന് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ
ഉപകാരം ചെയ്യുന്നവരാണ്. ജനോപകാരിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. وأحب الأعمال إلى الله تعالى سرور تدخله على مسلم أو تكشف عنه كربة أو تقضي عنه دينا أو تطرد عنه جوعا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം, ജനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാ? ജനോപകാരി, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ. കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സന്തോഷം, ആളുകൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, ജനങ്ങളുടെ ക്ലേശവും പ്രയാസങ്ങളും നീക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുന്ന, ജനങ്ങളുടെ കടബാധ്യതകൾ നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, ജനങ്ങളിൽ നിന്ന് വിശപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം. ولا أن أمشي مع أخي في حاجة أحب إلي من أن أعتكف في هذا المسجد يعني مسجد المدينة شهرا. പറയാണ്, ഞാൻ എന്റെ സഹോദരന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പുറപ്പെടുക എന്നത്, പ്രവർത്തിക്കുക എന്നത്, നടന്നു പോവുക എന്നത്, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മിൻ അൻ അഅ്തകിഫ, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ. നോക്കണം, ആരാധന എവിടെ? ഫി ഹാദൽ മസ്ജിദ്, എന്ത്? ഈ പള്ളിയിൽ, അതായത് മസ്ജിദുൻ നബവിയിൽ, ഷഹ്റൻ, ഒരു മാസക്കാലം ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രിയപ്പെട്ടതായിട്ട് കാണുന്നത് എന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാധനാ കർമ്മങ്ങളുടെ സ്നേഹമായി, അൽമാവായി, അതിലൂടെ ഉണ്ടാകേണ്ട കാര്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇതേ ഹദീസ് ഈ പറയുന്ന ആയത്തിന്റെ താല്പര്യമാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. നോക്കൂ, ഒന്നുകൂടി ഈ 3 ആയത്തുകൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഒന്നുകൂടി ഞാൻ ഓതുന്നു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവനാണ് അവൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അഗതിയുടെ അന്നം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. വഅഖ്ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.